അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ഉള്ളൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. നമ്മുടെ ഒരു സംസാരം, ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഒരു ആക്ഷൻ, അതുപോലും പലർക്കും ജീവിതം, ഒരു പുതുജീവിതം നൽകുമെന്നത് വസ്തുതയാണ്. അത് നെഗറ്റീവാണെങ്കിൽ പലരുടെയും ജീവിതം എടുത്തു കളയാനും അത് തന്നെ മതി. അത് നമ്മൾ തിരിച്ചറിയണം. നാം ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് ചോദിക്കുക, നാട് ചോദിക്കുക, പുഞ്ചിരിക്കുക, ഹസ്തദാനം നടത്തുക, ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ റിസൾട്ട് വലുതാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ നെഗറ്റീവായ റിസൾട്ടായിരിക്കും ഉണ്ടാക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, തടിച്ച ഒരാളോട് എന്താ തടി ഇങ്ങനെ കൂടുന്നത്, വെയിറ്റ് എത്ര ഉണ്ട്, ആ ചോദ്യമല്ലേ അയാൾ അന്ന് തന്നെ പല ആളുടെ ഒക്കെ ഒന്ന് കേട്ടിരിക്കും. അതേപോലെ മെലിഞ്ഞ ആളോട് എന്താ ശരീരം എങ്ങനെ ശുഷ്കിച്ചു പോകുന്നത്, മെലിഞ്ഞു പോകുന്നത്, അത് ചോദിക്കാനാണ് നമുക്ക് ഇഷ്ടം, അല്ലേ? വിക്കുള്ള ആളോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. കല്യാണം കഴിച്ച് കുട്ടികളാവാത്ത ആളോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വിഷമത്തിലാണെന്നറിയോ? അയാൾ പലപ്പോഴും പല ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ കല്യാണമൊക്കെ കഴിച്ച് 3-4 വർഷമായിട്ട് കുട്ടികളായില്ല. അവരോട് നിരന്തരം പലരും ചോദിക്കുകയാണ്, വിശേഷമൊന്നും ആയില്ലേ. ആ ചോദ്യമാണ് അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത്. വെള്ളപ്പാണ്ടുള്ള ആള് അത് പലപ്പോഴും അയാൾ മറച്ച് തൂവാല കൊണ്ടൊക്കെ മറച്ചു പിടിച്ചായിരിക്കും നടക്കുന്നത്. എന്നാൽ അവിടെ തന്നെ ആ പോയിന്റിൽ തന്നെ തുറിച്ച് നോക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക, അതൊക്കെ എത്രമേൽ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നറിയുമോ? ഇങ്ങനെ നമ്മുടെ ചില നോട്ടങ്ങൾ, ചില സംസാരങ്ങൾ, ചില ആക്ഷനുകൾ പോലും മറ്റുള്ളവരെ ഉൾവലിയാനും അന്തർമുഖനാക്കാനും എത്രത്തോളം ജീവിതം അവസാനിപ്പിക്കാൻ വരെ കാരണമാകുമെന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ബശ്ശിറു വലാ തുനഫിറു. നമ്മളെപ്പോഴും സന്തോഷ വാർത്തയാണ് അറിയിക്കേണ്ടത്. വെറുപ്പുളവാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന, ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഇടപെടലുകളും സംസാരങ്ങളും ആക്ഷനുകളും നോട്ടവും ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. നാം 1 മിനിറ്റ് ഒരാളുമായി ചിലവഴിക്കുമ്പോൾ അയാൾക്ക് നമ്മളുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സന്തോഷിക്കുവാനും പുഞ്ചിരിക്കുവാനുമുള്ള അവസരം നൽകുകയാണ് വേണ്ടത്. നമ്മുടെ സംസാരം സ്വീറ്റ് ആൻഡ് ഷോർട്ട്, വളരെ മധുരമൂറുന്നതും എന്നാൽ മറ്റുള്ളവരുടെ ടൈം കവർന്നെടുക്കാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിഷയങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ചില ആളുകൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. എൻ്റെ ഈ ചോദ്യം, എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ ഇടപെടൽ അദ്ദേഹത്തെ എങ്ങനെ ബാധിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അതിൻ്റെ ആഘാതം എന്തായിരിക്കും, എത്രത്തോളം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു വിഷയം ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ. വിഷയങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.